ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് കലത്തപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കലത്തപ്പമാണിത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ലോണം അങ്ങനെ ആരൊക്കെ വന്നിട്ടുള്ളൊരു കലത്തപ്പം കൂടിയിട്ടാണിത്. ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു കലത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു പച്ചരിയിലോട്ട് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തന്നെ ഈ ഒരു പച്ചരി കുതിർന്നിട്ട് വരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ അരി നന്നായിട്ട് തന്നെ കുതിർന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു അരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകമല്ല, അതാണ്. നല്ല ജീരകമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മളുടെ ഈ ഒരു കലത്തപ്പത്തിന്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു കപ്പ് വെള്ളം കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്കിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചിട്ട് എടുക്കണം. ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്കിത് അരച്ചിട്ടെടുക്കണം. ഇനി അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനിയാണ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഞാനൊരു പാത്രത്തിലോട്ട് 1/4 കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂടുതലായിട്ടോ കുറവായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് അങ്ങനെ പരുവൊന്നുമില്ല കേട്ടോ. ഇന്ന പരുവത്തിൽ ആവണമെന്നൊന്നുമില്ല. ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ മതി. ഇപ്പോൾ അതേ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു ശർക്കരപ്പാനി അരിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം, എന്നാലാണ് കലത്തപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ചൂടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ഈ ഒരു മാവൊക്കെ അങ്ങനെ വെന്തിട്ടൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു അലുമിനിയത്തിൻ്റെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതലാണ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കലത്തപ്പത്തിൽ ഈ ഒരു തേങ്ങാക്കൊത്ത് ഇങ്ങനെ കൂടുതൽ ചേർക്കണത്. അതിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കളറൊന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടെ. നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 ചെറിയുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാക്കിയിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു തേങ്ങാക്കൊത്തും ഈ ഒരു ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. നല്ലൊരു കളറായിട്ട് വരുന്ന വരയ്ക്കൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ ഒരു ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ കട്ടായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്യണത്. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടയ്ക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റ് ഇടണം. മുകളിലുള്ള ഒരു വിസിൽ നമ്മൾ മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് അടച്ചിട്ട് വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് വേവിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആവി വരാനായിട്ട് തുടങ്ങും. എന്നിട്ട് വീണ്ടും ഒരു 4 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിതൊരു 9 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു കലത്തപ്പം റെഡി ആയിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും ഇതേ ടൈമിൽ തന്നെ വെന്ത് കിട്ടണം എന്നൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ വേവാനായിട്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്തിട്ടൊക്കെ കിട്ടും. പിന്നെ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേറൊരു പണിക്കും നിൽക്കരുത്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കുറച്ചൊന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊക്കെ കരിഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആയുവെള്ളം അങ്ങനെ വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നല്ല മണം വരാനായിട്ട് തുടങ്ങും കേട്ടോ കലത്തപ്പത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിരിക്കുകയാണ്. ഇനി ഞാനതൊരു 5 മിനിറ്റിന് ശേഷമാണ് തുറക്കാനായിട്ട് പോണത്.
ഇപ്പോൾ നമ്മുടെ കലത്തപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കൊരു ഫോർക്കോ അതല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തിയിട്ടൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പമാണ് കേട്ടോ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കലത്തപ്പം ഇതിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ലോണം അങ്ങനെ ആരൊക്കെ വന്നിട്ടുള്ളൊരു കലത്തപ്പം കൂടിയിട്ടാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.